Hi friends, welcome back to Agora, an open space to study. KTVന്റെ S5 സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1-ലെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം അതുപോലെ തന്നെ മൊഡ്യൂൾ 4ഉം കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5ന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. ആദ്യം തന്നെ നമുക്ക് മൊഡ്യൂൾ 5ൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2-വേ സ്ലാബിനെ കുറിച്ചാണ്. ആദ്യം മൊഡ്യൂൾ 5ൽ വരുന്ന സിലബസിൽ വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. First, two-way slabs, simply supported and restrained slabs designed using IS code coefficient, reinforcement detailing, limit state of serviceability, limit state of deflection, short-term and long-term deflection, IS code recommendations, limit state of cracking, estimation of crack with simple numerical examples. ഇതുള്ള പഠിക്കാനുള്ളത് മെയിനായിട്ടും ടു വേ സ്ലാബിൻ്റെ ഡിസൈൻ, അതായത് ഫോർത്ത് മൊഡ്യൂളിൽ 1-വേ സ്ലാബിൻ്റെ ഡിസൈൻ ആയിരുന്നു. ഫിഫ്ത്ത് മൊഡ്യൂളിൽ അത് 2-വേ സ്ലാബിൻ്റെ ഡിസൈൻ ആണ്. ദെൻ പിന്നെ വരുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിങ്ങും. ഈ 3 പോർഷൻസ് ആണ് മെയിനായിട്ടും ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2-വേ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏതൊക്കെ ടൈപ്പ് 2-വേ സ്ലാബ്സ് ഉണ്ട്, അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് 2-വേ സ്ലാബ് എന്ന് നോക്കാം. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1-വേ ആൻഡ് 2-വേ സ്ലാബ് പറഞ്ഞിരുന്നു. 2-വേ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-വേ സ്ലാബ്സ് ആർ ദോസ് സ്ലാബ്സ് വിച്ച് ആർ സപ്പോർട്ടഡ് ഓൺ ഓൾ 4 എഡ്ജസ്. 1-വേ സ്ലാബിൻ്റെ കേസിൽ 1-വേ സ്ലാബ് എന്ന് പറയുന്നത് 2 എഡ്ജിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ 2-വേ സ്ലാബിൻ്റെ കേസിൽ അത് 4 എഡ്ജിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 4 എഡ്ജ്, ഇതാണ് ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ലാബിൻ്റെ 4 എഡ്ജിലും ഓരോ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 എഡ്ജിലും സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ലാബിനെയാണ് നമ്മൾ 2-വേ സ്ലാബ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് 1-വേ സ്ലാബും 2-വേ സ്ലാബും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് LY/LX റേഷ്യോ ആണ്. ഇതിൻ്റെ അകത്ത് LY എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സ്പാനും LX എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സ്പാനുമാണ്. സോ 2-വേ സ്ലാബിൻ്റെ കേസിൽ LY/LX റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എങ്കിൽ അങ്ങനെയുള്ള സ്ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 2-വേ സ്ലാബ് ആയിട്ടാണ്. 1-വേ സ്ലാബിൻ്റെ കേസിൽ LY/LX ഈസ് ഗ്രേറ്റർ ദാൻ 2 ആയിരുന്നു. സോ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് 1-വേ സ്ലാബ് ആയിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ അത് 2-വേ സ്ലാബ് ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഒരു 2-വേ സ്ലാബിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. 2-വേ സ്ലാബിൻ്റെ കേസിൽ 2 ഡയറക്ഷനിലോട്ടും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ലോങ്ങസ്റ്റ് സ്പാൻ ആ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് സ്പാൻ ഏതാണോ ആ ഒരു ഡയറക്ഷനിലും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ 4 എഡ്ജസിലോട്ടും അല്ലെങ്കിൽ 4 അതിൻ്റെ ലോങ്ങസ്റ്റ് സ്പാനിൻ്റെ ഡയറക്ഷനിൽ അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് സ്പാനിൻ്റെ ഡയറക്ഷനിൽ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷെയ്ഡഡ് ഏരിയ കാണിക്കുന്നത് അതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ്. അതായത് ഈ ഒരു LX എന്ന് പറയുന്ന സ്പാനിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പും LY എന്ന് പറയുന്നതിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുമായിരിക്കും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. ഇനി ഇങ്ങനെ ലോഡ് 2 സൈഡിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 2 സൈഡിലും ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ മൊമെന്റ് കൊണ്ട് അതിൻ്റെ 2 സൈഡിലോട്ടും ബെൻഡിങ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് എ 2-വേ സ്ലാബ് ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. 2 ഡയറക്ഷനിലും ബെൻഡിങ് ഫോം ചെയ്യുന്നുണ്ട്. 1-വേ സ്ലാബിന്റെ കേസിൽ ഷോർട്ടർ ഡയറക്ഷനിൽ മാത്രമേ ബെൻഡിങ് ഉണ്ടാവുന്നുള്ളൂ. കാരണം എന്താണ്? 1-വേ സ്ലാബിൽ ഷോർട്ടർ ഡയറക്ഷനിലോട്ട് മാത്രമേ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടാവുള്ളൂ. ഷോർട്ടർ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഷോർട്ടർ ഡയറക്ഷനിൽ മാത്രമേ ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുന്നുള്ളൂ. സോ അവിടെ മാത്രമേ ബെൻഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് 2-വേ സ്ലാബ് 2 ഡയറക്ഷനിലോട്ടും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ 2 ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ടാവുന്നു. ഇനി എങ്ങനെയാണ് ആ ബെൻഡിങ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഫിഗർ കാണിക്കുന്നത്. ഇതിൽ എല്ലും ഇത് ബിയും ആണെങ്കിൽ ഇതിൽ 2 ഡയറക്ഷനിലോട്ടും ആ ഒരു സ്ലാബ് ബെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു സ്ലാബിൻ്റെ ചെറിയൊരു സ്ട്രിപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് അതിൻ്റെ 4 സൈഡിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലാബിൻ്റെ ഈ ഒരു സ്ട്രിപ്പ്
ഇങ്ങനെ ഈ ഒരു ഷോർട്ടർ ഡയറക്ഷനിലും ബെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലോങ്ങർ ഡയറക്ഷനിലും ബെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് ടു വേ സ്ലാബ് ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻ. തന്നെ നമുക്ക് ഈ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അത് റീൻഫോഴ്സ്മെന്റ് ലോങ്ങർ ഡയറക്ഷനിലും ഷോർട്ടർ ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു വേ സ്ലാബിന്റെ കേസിൽ മെയിൻ റീൻഫോഴ്സ്മെന്റ്, ഇത് അതിന്റെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് LX ഡയറക്ഷനിലും LY ഡയറക്ഷനിലും നോക്കിക്കഴിഞ്ഞാലും രണ്ട് ഡയറക്ഷനിലും മെയിൻ ബാർസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലോങ്ങർ സ്പാൻ ഡയറക്ഷനിൽ വരുന്ന മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അവിടുത്തെ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ കൊടുക്കുന്നത് മെയിൻ റീൻഫോഴ്സ്മെന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഷോർട്ടർ ഡയറക്ഷനിൽ വരുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ വൺ വേ സ്ലാബിനെ അപേക്ഷിച്ച് ടു വേ സ്ലാബിൽ രണ്ട് ഡയറക്ഷനിലും മെയിൻ റീൻഫോഴ്സ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ടു വേ സ്ലാബിന്റെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗർ ഓർത്തിരിക്കുക. ഇത് 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡ്രോ ദ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഓഫ് എ ടു വേ സ്ലാബ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഈ രണ്ട് ഡയറക്ഷനിലും മെയിൻ റീൻഫോഴ്സ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടു വേ സ്ലാബിനെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ആദ്യത്തേത് വരുന്നതാണ് റീസ്ട്രെയിൻഡ് സ്ലാബ്. എന്താണ് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് when a two-way slab is loaded, the corners get lifted up. These corners can be prevented from lifting by providing fixity at the support by beams or walls. Such type of slabs in which the corners are prevented from lifting are called a restrained slab. ടു വേ സ്ലാബിന്റെ കേസിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 4 എഡ്ജസും മുകളിലോട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു കോർണേഴ്സ് പൊങ്ങിപ്പോവാതെ, ലിഫ്റ്റ് ചെയ്ത് പോവാതെ അവിടെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ബീംസോ അല്ലെങ്കിൽ വാളോ ഒക്കെ കൊണ്ട് ആ ഒരു ലിഫ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യും. കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്ത് പോവാതെ പ്രിവെന്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്ന അങ്ങനെയുള്ള സ്ലാബിനെയാണ് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. ഇനി in this slab, special torsion reinforcement is provided at the edges to prevent cracking of the corners. These are called as slabs with the corners held down. ഇത് പോകുന്ന ആ ഒരു സ്ലാബിനെ നമ്മൾ അവിടെ പിടിച്ചു നിർത്തുമ്പോൾ അവിടുത്തെ ബീമോ വാളോ കൊണ്ട് ആ ഒരു സ്ലാബിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് അത് ഫിക്സ് ആക്കി നിർത്തുമ്പോൾ ആ ഒരു സ്ലാബിൽ ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെയുള്ള ആ ക്രാക്കിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എഡ്ജിന്റെ അവിടെ, സ്ലാബിന്റെ കോർണറിന്റെ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു കോർണർ റീൻഫോഴ്സ്മെന്റിന് പറയുന്ന പേരാണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് റീസ്ട്രെയിൻഡ് സ്ലാബിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് മെയിൻ റീൻഫോഴ്സ്മെന്റ് കൂടാതെ കോർണറിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീൻഫോഴ്സ്മെന്റ് ആണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീസ്ട്രെയിൻഡ് സ്ലാബിന് പറയുന്ന മറ്റൊരു പേരാണ് സ്ലാബ്സ് വിത്ത് കോർണേഴ്സ് ഹെൽഡ് ഡൗൺ. സോ കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ലാബാണ് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടു വേ സ്ലാബിന്റെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ആണ്. ഇതിന്റെ കോർണർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഷ് രീതിയിൽ അവിടെ രണ്ട് ഡയറക്ഷനിലും റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. മെയിൻ റീൻഫോഴ്സ്മെന്റ് കൂടാതെ അഡീഷണൽ ആയിട്ട് 4 കോർണറിലും ഒരു മെഷ് രീതിയിൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീൻഫോഴ്സ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നത് റീസ്ട്രെയിൻഡ് സ്ലാബിലാണ്, അല്ലെങ്കിൽ കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ചെയ്യുന്ന തരത്തിലുള്ള സ്ലാബിലായിരിക്കും ഈ ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ അതാണ് ടു വേ സ്ലാബിലെ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റീസ്ട്രെയിൻഡ് സ്ലാബ്സ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫൈസ് ടു വേ ഓഫ് പ്രൊവൈഡിങ് ഫിക്സിഡിറ്റി ഇൻ ദ കേസ് ഓഫ് റീസ്ട്രെയിൻഡ് സ്ലാബ്. റീസ്ട്രെയിൻഡ് സ്ലാബിൽ ഫിക്സിഡിറ്റി കൊടുക്കണമെങ്കിൽ രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് IS സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ദ സ്ലാബ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ 4 എഡ്ജസ് ബൈ ബീംസ് and the beams and slabs are cast monolithic at the same time. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ്, അതായത് ആ കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്ത് പോവാതെ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കോഡ് രണ്ട് രീതി പറയുന്നുണ്ട്. ഒന്നാമത്തേതാണ് ആ ഒരു സ്ലാബിൻ്റെ 4 എഡ്ജസിലും ബീംസ് പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു സ്ലാബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബീംസ് പ്രൊവൈഡ് ചെയ്യുക. അത് അതിൻ്റെ 4 എഡ്ജസിലും പ്രൊവൈഡ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മളവിടെ ബീമും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ലാബും മോണോലിത്തിക് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അതായത് ഒരുമിച്ച് വേണം അതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. സോ IS സ്പെസിഫിക്കേഷൻ പറയുന്ന ഫസ്റ്റ് മെത്തേഡാണ് 4 എഡ്ജിലും ബീം വെച്ച് സപ്പോർട്ട് ചെയ്യുക.
സെയിം ടൈം, അതായത് അവിടെ നമ്മൾ ബീമും സ്ലാബും കാസ്റ്റ് ചെയ്യുന്നത് മോണോലിത്തിക് ആയിട്ട് വേണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ എഡ്ജസ് ബൈ ദ 4 വാൾസ് ആൻഡ് ദർ ആർ സൂപ്പർസ്ട്രക്ചർ വാൾസ് ഓൾസോ എബൌട്ട് ദ സ്ലാബ്. സ്ലാബ് എന്ന് പറയുന്നത് 4 വാളിലായിരിക്കണം സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ലാബിന്റെ മുകളിലോട്ട് സൂപ്പർ സ്ട്രക്ചറായിട്ട് വാളും പ്രൊവൈഡ് ചെയ്യണം. അതായത് അതിന്റെ മുകളിലോട്ടും വാളിന്റെ പോർഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്ലാബിന്റെ താഴെ നമ്മൾ 4 വാള് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അതിന്റെ മുകളിലോട്ടും, അതായത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് എങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ആ ഒരു വാളും കൂടിയും അവിടെ ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ എഡ്ജസ് ബൈ ദ 4 വാൾസ് ആൻഡ് ദർ ആർ സൂപ്പർസ്ട്രക്ചർ വാൾസ് ഓൾസോ എബോവ് ദ സ്ലാബ്സ്. ഇതാണ് ആദ്യത്തെ സ്ലാബ് എന്ന് പറയുന്നത്, റീസ്ട്രെയിൻഡ് സ്ലാബ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് അൺറീസ്ട്രെയിൻഡ് സ്ലാബ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറയുന്നത്. അതായത് ദ സ്ലാബ് ഇൻ വിച്ച് ദ കോർണേഴ്സ് ആർ നോട്ട് പ്രിവെന്റഡ് ഫ്രം ലിഫ്റ്റിംഗ് ആർ കോൾഡ് ആസ് അൺറീസ്ട്രെയിൻഡ് സ്ലാബ് ഓർ സ്ലാബ് വിത്ത് കോർണേഴ്സ് ആർ നോട്ട് ഹെൽഡ് ഡൗൺ. അതായത് കോർണേഴ്സിനെ ലിഫ്റ്റിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാത്ത സ്ലാബുകളെയാണ് അൺറീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് കോർണേഴ്സ് ആർ നോട്ട് ഹെൽഡ് ഡൗൺ. അപ്പം ക്വസ്റ്റിനൊക്കെ ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ അൺറീസ്ട്രെയിൻഡ് സ്ലാബിന് പകരം ദ കോർണേഴ്സ് ആർ നോട്ട് ഹെൽഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് അല്ലെങ്കിൽ ഒരു അൺറീസ്ട്രെയിൻഡ് സ്ലാബ് ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അതായത് കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നില്ല. അങ്ങനെയുള്ള സ്ലാബിനെയാണ് അൺറീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. ഇതാണ് രണ്ട് രീതിയിലുള്ള 2-way സ്ലാബ് എന്ന് പറയുന്നത്, റീസ്ട്രെയിൻഡ് സ്ലാബും അൺറീസ്ട്രെയിൻഡ് സ്ലാബും. നെക്സ്റ്റ് IS കോഡ് മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് 2-way സ്ലാബ്. 2-way സ്ലാബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IS കോഡ് മെത്തേഡ് അത് പറഞ്ഞിട്ടുള്ളത് അനക്സ് D ആണ്. IS 456/2000 പേജ് 90 ആൻഡ് 91 2-way സ്ലാബിന്റെ ഡിസൈനിന്റെ പ്രൊസീജിയർ പറയുന്നത്. മെയിനായിട്ടും 2 ടൈപ്പ് സ്ലാബ് ഉണ്ടെന്ന് പറഞ്ഞു, റീസ്ട്രെയിൻഡ് സ്ലാബും അൺറീസ്ട്രെയിൻഡ് സ്ലാബും. ഈ 2 സ്ലാബിന്റെയും കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ആദ്യത്തേത് റീസ്ട്രെയിൻഡ് സ്ലാബിനെ കുറിച്ചാണ്. അത് തന്നിട്ടുള്ളത് അനക്സ് D-ൽ 1 ആയിട്ടാണ്. ദാറ്റ് ഈസ് അനക്സ് D10 എന്ന് പറയുന്നത് when the corners of a slab are prevented from lifting, the slab may be designed as specified in D1.1 to D1.11. കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ചെയ്യുവാണ് എങ്കിൽ അങ്ങനെയുള്ള സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് D1.1 തൊട്ടുള്ള D1.11 വരെയുള്ള കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൽ ആദ്യത്തെ D1.1 എന്ന് പറയുന്നത് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇൻ a slab are given by the following equation: mx is equal to alpha x WLX square, my is equal to alpha y WLX square. അതായത് ലോങ്ങസ്റ്റ് സ്പാനിലും ഷോർട്ടസ്റ്റ് സ്പാനിലും വരുന്ന മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mxഉം myയും ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിൽ ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ്. അത് ടേബിൾ 26-ൽ കോഡ് തന്നെ തന്നിട്ടുണ്ട്. W എന്ന് പറയുന്നത് ടോട്ടൽ ഡിസൈൻ ലോഡ് പെർ യൂണിറ്റ് ഏരിയ. LX എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സ്പാൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ്ങസ്റ്റ് സ്പാൻ ഡയറക്ഷനിലും ഷോർട്ടസ്റ്റ് സ്പാൻ ഡയറക്ഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് സ്പാനിന്റെ ലെങ്ത് തന്നെയാണ്. ദാറ്റ് ഈസ് LX സ്ക്വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. mx and my is the moment on strip of unit width spanning Lx and Ly respectively, and Lx and Ly is the length of the shortest span and longest span respectively. Then D1.2, the slabs are considered as divided in each direction into middle strip and edge strip as shown in figure 25. The middle strip being 3/4 of the width and edge strip 1/8 of the width. അതായത് മിഡിൽ സ്ട്രിപ്പ് എന്നും അതുപോലെ തന്നെ എഡ്ജ് സ്ട്രിപ്പ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മിഡിൽ സ്ട്രിപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് LY ഡയറക്ഷനിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. LY ഡയറക്ഷനിൽ വരുമ്പോൾ മിഡിൽ സ്ട്രിപ്പിന്റെ ലെങ്ത് 3/4 LYയും എഡ്ജ് സ്ട്രിപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L/8 ആണ്. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് സ്പാൻ ഡയറക്ഷനിലും ഡിവൈഡ് ചെയ്യുക. സോ മിഡിൽ സ്ട്രിപ്പ് ഈസ് 3/4 LXഉം എഡ്ജ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് LX/8ഉമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്ലാബിനെ മിഡിൽ സ്ട്രിപ്പായിട്ടും എഡ്ജ് സ്ട്രിപ്പായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മിഡിൽ സ്ട്രിപ്പിന്റെ ലെങ്ത് 3/4ഉം ലെങ്ത് ഓഫ് സ്പാനും അതുപോലെ തന്നെ എഡ്ജ് സ്ട്രിപ്പിന്റെ ആണെങ്കിൽ 1/8 ഓഫ് ദി വിഡ്ത്തുമായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. The maximum moment is calculated as in D1.1. Apply only to the middle strip and no redistribution shall be made.
നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഈ മൊമെന്റ് എന്ന് പറയുന്നത് ഈ മിഡിൽ സ്ട്രിപ്പിന് കറസ്പോണ്ടിങ് വരുന്ന മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് എഡ്ജിലോട്ടൊന്നും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. മെയിനായിട്ടും മൊമെന്റ് ആക്ട് ചെയ്യുന്നത് മിഡിൽ സ്ട്രിപ്പിലെ പോർഷനിലാണ്. ആ ഒരു മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് D1.1 പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് ഇതാണ് ടേബിൾ 26. ബെൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ആൽഫ എക്സിന്റെയും ആൽഫ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടേബിൾ ആണിത്. ദാറ്റ് ഈസ് ദ ബെൻഡ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഫോർ റെക്ടാങ്കുലർ പാനൽസ് സപ്പോർട്ടഡ് ഓൺ 4 sides വിത്ത് പ്രൊവിഷൻ ഫോർ ടോർഷൻ അറ്റ് കോർണേഴ്സ്. അതായത് റീസ്ട്രെയിൻഡ് സ്ലാബിൽ വരുന്ന ആൽഫ എക്സും ആൽഫ വൈയും കണ്ടുപിടിക്കാനുള്ള ടേബിൾ ആണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഫസ്റ്റ് കേസ് നമ്പറും ദെൻ ടൈപ്പ് ഓഫ് പാനൽസ് ആൻഡ് മൊമെന്റ്സ് കൺസിഡേർഡ്. ഇത് ഷോർട്ട് സ്പാൻ കോഎഫിഷ്യന്റ് ആൽഫ എക്സ് ദാറ്റ് ഈസ് വാല്യൂസ് ഓഫ് Ly/Lx ആണ് ഈ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് സ്പാൻ കോഎഫിഷ്യന്റ് ആൽഫ വൈ ഫോർ ഓൾ വാല്യൂസ് ഓഫ് Ly/Lx. ഇനി ടൈപ്പ് ഓഫ് പാനലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആൽഫ എക്സിന്റെയും ആൽഫ വൈയുടെയും വാല്യൂ എടുക്കുന്നത്. അതും Ly/Lxന്റെ റേഷ്യോ കൂടി എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്റീരിയർ പാനൽ ആണ് എങ്കിൽ അവിടെ നെഗറ്റീവ് മൊമെന്റ് കണ്ടിന്യൂസ് എഡ്ജിലും പോസിറ്റീവ് മൊമെന്റ് മിഡ് സ്പാനിലും ഉണ്ടാവുന്നുണ്ട്. സോ നെഗറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന കോഎഫിഷ്യന്റ് ഇതും പോസിറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന കോഎഫിഷ്യന്റ് ഇതുമാണ്. അതുപോലെ തന്നെ വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ എടുക്കണം. അപ്പോൾ ഓരോ കണ്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂസ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെ 9 കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഓരോരോ കണ്ടീഷനും ആൽഫ എക്സിന്റെ വാല്യൂം ആൽഫ വൈയുടെ വാല്യൂം ടേബിൾ 26 തന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് ഏത് പാനലാണ്, ടൈപ്പ് ഓഫ് പാനലും അതുപോലെ തന്നെ Ly/Lxന്റെ റേഷ്യോയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആൽഫ എക്സും ആൽഫ വൈയും കണ്ടുപിടിക്കുന്നത്. ഈ തന്നിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് റീസ്ട്രെയിൻഡ് സ്ലാബിന്റെ അതായത് ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സ്ലാബിന്റെ ആൽഫ എക്സിന്റെ ആൽഫ വൈയുടെയും വാല്യൂ എടുക്കുന്ന ടേബിൾ ആണ്. Then D1.4 tension reinforcement provided at midspan in the middle strip shall extend in the lower part of the slab to within 0.25 L of a continuous edge or 0.15 L of discontinuous edge. നമ്മൾ മിഡ്സ്പാനിൽ കൊടുക്കുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിനെ ലോവർ പാർട്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സ്ലാബ് ആണ് എങ്കിൽ അവിടെ കൊടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.25 L ഡിസ്കണ്ടിന്യൂസ് ആണ്, അതായത് സ്ലാബ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല എങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് 0.15 L ആണ്. D1.5 over the continuous edge of a middle strip the tension reinforcement shall extend in the upper part of the slab at a distance of 0.15 L from the support. കണ്ടിന്യൂസ് എഡ്ജ് ആണ് എങ്കിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് മുകളിലോട്ടും കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ സപ്പോർട്ടിൽ നിന്ന് 0.15 L മാറിയായിരിക്കും. ആൻഡ് അറ്റ്ലീസ്റ്റ് 50% ഷാൽ എക്സ്റ്റെൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.3 L. 50% 0.3 L ഡിസ്റ്റൻസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് സ്ലാബിലെ റീഇൻഫോഴ്സ്മെന്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന 2-way സ്ലാബ് ഒക്കെ ആണ് എങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. Then D1.6 at a discontinuous edge negative moment may arise. That depends on the degree of fixity at the edges of the slab, but in general tension reinforcement equal to 50% of that provided at midspan. Extending 0.1 L into the span will be sufficient. ഒരു ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് ആണ് എങ്കിൽ അവിടെ നെഗറ്റീവ് മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ സ്ലാബ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, അവിടെ സപ്പോർട്ടായിരിക്കും ഉള്ളത്. സോ അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സ്ലാബ് ആണ് എങ്കിൽ നെഗറ്റീവ് മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫിക്സിറ്റിക്ക് വേണ്ടി ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ 50% എങ്കിലും മിഡ്സ്പാനിൽ കൊടുത്തത് 0.1 L ഡിസ്റ്റൻസ് മാറി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. D1.7 എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഇൻ എഡ്ജ് സ്ട്രിപ്പ് parallel to that edge shall complete with the minimum given in section 3 and the requirement for torsion given in D1.8 to D1.10. എഡ്ജ് സ്ട്രിപ്പിൽ മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുകൂടാതെ
നെക്സ്റ്റ് ഒരു റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ കേസിൽ മെയിനായിട്ടും കൊടുക്കുന്നത് ടോർഷണൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. അതിലെ കണ്ടീഷനാണ് അടുത്ത ക്ലോസിൽ പറയുന്നത്. ആദ്യത്തേത് D1.80 പറയുന്നത് ദ ടോർഷണൽ റീൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് അറ്റ് എനി കോർണർ വെയർ ദ സ്ലാബ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ ബോത്ത് ദ എഡ്ജസ് മീറ്റിംഗ് അറ്റ് ദാറ്റ് കോർണേഴ്സ്. അതായത് സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ അവിടെ നമ്മൾ ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം റീൻഫോഴ്സ്മെന്റ്. മുകളിലും താഴെയും റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഈച്ച് വിത്ത് ലെയേഴ്സ് ഓഫ് ബാർ പ്ലേസ്ഡ് പാരലൽ ടു ദ സൈഡ് ഓഫ് ദ സ്ലാബ്. സ്ലാബിൻ്റെ സൈഡിന് പാരലലായിട്ടായിരിക്കണം റീൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. ആൻഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ എഡ്ജസ് മിനിമം ഡിസ്റ്റൻസ് ഓഫ് 1/5 ഓഫ് ദി ഷോർട്ടസ്റ്റ് സ്പാൻ. ഷോർട്ടസ്റ്റ് സ്പാനിൻ്റെ 1/5 എങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഏരിയ ഓഫ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 3/4 ഓഫ് ഏരിയ റിക്വയർഡ് ഫോർ മാക്സിമം മിഡ് സ്പാൻ മൊമെന്റ്. നമ്മൾ മിഡ് സ്പാനിൽ കൊടുത്തിട്ടുള്ള ആ റീൻഫോഴ്സ്മെന്റിന്റെ 3/4 3/4 ഏരിയ എങ്കിലും ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. Then D1.9 the torsional reinforcement equal to half that described in D1.8 shall be provided at a corners contained by edges over only one of which the slab is continuous. അതായത് സ്ലാബിൽ ഒരു സൈഡ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൂ, ഒരു സൈഡിൽ സപ്പോർട്ടാണ്, ഒരു സൈഡ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയുടെ പകുതി ഏരിയയാണ് അവിടെ നമ്മൾ ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Then the torsional reinforcement need not be provided at any corners contained by edges over both of the which the slab is continuous. സ്ലാബിൻ്റെ രണ്ട് സൈഡും കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ദെൻ ദ ടോർഷൻ Ly/Lx ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അവിടെ നമ്മൾ സ്ലാബ് 1-way സ്ലാബായിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. നെക്സ്റ്റ് സ്ലാബാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറയുന്നത്. ആദ്യത്തേത് റീസ്ട്രെയിൻഡ് സ്ലാബ്, രണ്ടാമത്തേത് അൺറീസ്ട്രെയിൻഡ് ഓർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. അതായത് കോർണേഴ്സ് ലിഫ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഡു നോട്ട് ഹാവ് ആഡിക്വേറ്റ് പ്രൊവിഷൻ ടു റെസിസ്റ്റ് ടോർഷൻ അറ്റ് കോർണേഴ്സ് ആൻഡ് ടു പ്രിവെന്റ് ദ കോർണേഴ്സ് ഫ്രം ലിഫ്റ്റിംഗ്. കോർണേഴ്സിന് ലിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ റീൻഫോഴ്സ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ മെയിനായിട്ടും റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് അവിടെ ഒരു ടോർഷണൽ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട് ലിഫ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുമ്പോൾ. സോ ആ ഒരു മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു റീൻഫോഴ്സ്മെന്റിനെയാണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ലാബിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറയുന്നത്. അവിടുത്തെ മാക്സിമം മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mx = α(x) w(Lx²) my α/w(Lx²) സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ α(x)ന്റെ α/y)യുടെയും വാല്യൂസ് എടുക്കുന്നത് ടേബിൾ 27 നിന്നാണ്. ദാറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റ് for slabs spanning in 2 directions at a right angle or simply supported on 4 sides ആണ് എങ്കിൽ α(x)ന്റെ α/y)യുടെ വാല്യൂ ടേബിൾ 27 Ly/Lx കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്നായിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന്റെ കേസിൽ α(x)ന്റെ α/y)യുടെയും വാല്യൂസ് എടുക്കുന്നത്. At least 50% of the tension reinforcement provided at midspan should extend to the support. 50% മിഡ് സ്പാനിൽ കൊടുത്തിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിമൈനിങ് 50% ഷുഡ് എക്സ്റ്റെൻഡ് ടു വിത്തിൻ 0.1 Lx ഓർ 0.1 Ly ഓഫ് ദ സപ്പോർട്ട് ആസ് അപ്രോപ്രിയേറ്റ്. സോ മിഡ് സ്പാനിൽ നിന്ന് 0.1 Lx അല്ലെങ്കിൽ 0.1 Ly അത്രയും ഡിസ്റ്റൻസെങ്കിലും സപ്പോർട്ടിലോട്ട് റീൻഫോഴ്സ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനും കോഡിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി IS കോഡിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫ്ലക്ഷൻ കൺട്രോൾ ലിമിറ്റ്സ് ഫോർ 2-way സ്ലാബ് ആണ്. 2-way സ്ലാബിന്റെ ഡിഫ്ലക്ഷൻ കൺട്രോൾ ലിമിറ്റ്, മെയിനായിട്ടും ഡിഫ്ലക്ഷൻ കൺട്രോൾ ലിമിറ്റ്സ് നമ്മൾ എടുക്കുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് സ്ലാബിന്റെ തിക്നെസ് അറിയണം. ആ ഒരു തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കൺട്രോൾ ലിമിറ്റ്സ് എടുക്കുന്നത്. 2-way സ്ലാബിന്റെ കേസിൽ നമ്മൾ അവിടെ എടുക്കുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് അപ് ടു 3.5 മീറ്റർ ആണ് എങ്കിൽ മൈൽഡ് സ്റ്റീലായ Fe 250 ആണ് എങ്കിൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഈസ് ടേക്കൺ ആസ് 35. ദെൻ Fe 450 HYSD ബാർ ആണ് എങ്കിൽ 35നെ ഇൻറ്റു 0.8 കൂടി ചെയ്തിട്ടുള്ള വാല്യൂ വേണം എടുക്കാൻ. ദാറ്റ് ഈസ് 28 ആയിരിക്കും അപ്പോൾ അവിടെ വരുന്ന വാല്യൂ. ഇനി ഫോർ കണ്ടിന്യൂസ് സ്ലാബ് ആണ് എങ്കിൽ അപ് ടു 3.5 ആണ് എങ്കിൽ
സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് വി ടേക്കൺ ആസ് 40. FE 250 ആണ് എങ്കിൽ FE 415 ആണെങ്കിൽ ഈ 40യെ ഇൻറ്റു 0.8 കൊണ്ട് ദാറ്റ് ഈസ് 80% ആണ് വരുന്നത്. സോ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 32. സോ FE 415 ആകുമ്പോൾ 32 ആണ് അവിടെ എടുക്കേണ്ട വാല്യൂ. സോ ഈ ഒരു വാല്യൂസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടുത്തെ തിക്നെസ് ഓഫ് സ്ലാബ് ഓർ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഷിയർ ചെക്ക് ഇൻ ടു-വേ സ്ലാബ്. ടു-വേ സ്ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷിയർ ചെക്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് ഇവിടെ വരുന്നത്? മെയിനായിട്ടും സ്ലാബിൽ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ആ ഒരു ഷിയർ ഇവിടെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ദ തിക്നെസ് ഓഫ് ടു-വേ സ്ലാബ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ സ്ലാബ് ഈസ് സേഫ് ഇൻ ഷിയർ. നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സേഫ് ആയിരിക്കണം. So the maximum shear force in two-way slab may be safely assumed as VU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WU into L by 2 ആണ്. The nominal shear stress കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ tau V is equal to VU by BD. ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് D എടുക്കുന്നത് എഫക്റ്റീവ് ഡെപ്ത് എലോങ് ലോങ്ങർ സ്പാനിലെ ഡെപ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. സോ ഷോർട്ടർ സ്പാനിലെ ഡെപ്തും ലോങ്ങർ സ്പാനിലെ ഡെപ്തും കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എലോങ് ലോങ്ങർ സ്പാൻ ആണ്. കാരണം എന്തെന്നാൽ effective depth in longer direction is less because the reinforcement along longer span is provided above the reinforcement provided along shorter span. നമ്മളൊരു ടു-വേ സ്ലാബിൻ്റെ കേസിൽ റീൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഷോർട്ടർ സ്പാനിൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ലോങ്ങർ സ്പാനിൽ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോങ്ങർ ഡയറക്ഷനിൽ വരുന്ന എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മളിവിടെ എടുക്കുന്നത് tau V is equal to VU by BD-യിൽ D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എലോങ് ലോങ്ങർ സ്പാനിലെ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ സ്ലാബ് അവിടെ എടുക്കുന്ന ഷിയർ എന്ന് പറയുന്നത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയാണ് ലോങ്ങർ സ്പാനിലെ വാല്യൂ എടുക്കുന്നത്. കാരണം ഇവിടെ ഡിയുടെ വാല്യൂ കുറവാണ് എങ്കിൽ ഇവിടുത്തെ tau V-യുടെ വാല്യൂ കൂടുതലായിട്ടായിരിക്കും വരുന്നത്. സോ ആ ഒരു കണ്ടീഷനിലും സ്ലാബ് സേഫ് ഇൻ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കണ്ടീഷനും കൂടി എടുക്കുന്നുണ്ട്. ഇതാണ് ഷിയർ ചെക്ക് ഇൻ ടു-വേ സ്ലാബിൽ വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും തിയറി പോർഷനാണ് ടു-വേ സ്ലാബിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ടു-വേ സ്ലാബ് എന്നും രണ്ട് രീതിയിലുള്ള സ്ലാബ് ഉണ്ട്, റീസ്ട്രെയിൻഡ് സ്ലാബും ഉണ്ട്, അൺറീസ്ട്രെയിൻഡ് സ്ലാബ് ഓർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബും ഉണ്ട്. സോ അത് രണ്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ് കോഡിൽ തന്നിട്ടുള്ളത് എന്ന് നോക്കി. അപ്പം മെയിനായിട്ടും ഈ ഏരിയയിൽ നിന്ന് വരുന്നതാണ് എന്താണ് ടു-വേ സ്ലാബ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എന്താണ് റീസ്ട്രെയിൻഡ് സ്ലാബ്, അൺറീസ്ട്രെയിൻഡ് സ്ലാബ്, പിന്നെ ഒരു 5 മാർക്കിൻ്റെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് റീസ്ട്രെയിൻഡ് സ്ലാബിന് നമ്മൾ അവിടെ കൊടുക്കുന്ന ടോർഷണൽ റീൻഫോഴ്സ്മെന്റിനെ കുറിച്ച്. അത് എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബിന്റെ എഡ്ജസിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അതിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ലിഫ്റ്റിംഗ് വരുമ്പോൾ അവിടെ ടോർഷണൽ മൊമെന്റം ഉണ്ടാവുന്നുണ്ട്. സോ ആ അത് ലിഫ്റ്റ് ചെയ്ത് പോവാതെ അതിനെ പ്രിവെന്റ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ക്രാക്ക് ഒക്കെ ഫോം ചെയ്യും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അഡീഷണൽ ആയിട്ട് റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. സോ അതിനെയാണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ആ ഒരു കോർണറിൽ ഉണ്ടാകുന്ന ടോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് അവിടെ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ടു-വേ സ്ലാബിന്റെ കേസിൽ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടു-വേ സ്ലാബിന്റെ ഡിസൈൻ പ്രോബ്ലം നോക്കാം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.